കോതമംഗലം തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡികായാഗത്തിനുള്ള പന്തലൊരുങ്ങുന്നു. 3000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മം വെള്ളിയാഴ്ച നടന്നു. ചടങ്ങിൽ അനേകം പേർ പങ്കെടുത്തു. ഡിസംബർ 7-8 തീയതികളിലാണ് യാഗം. തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡികയാഗം ഡിസംബർ 7-8 തീയതികളിൽ നടക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഈ യാഗം ആദ്യമായിട്ടാണ് എറണാകുളം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ നടത്തുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യാഗം. ഇതിനായി ഒരുക്കുന്ന 3000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം വെള്ളിയാഴ്ച രാവിലെ നടന്നു. കാൽനാട്ടുകർമ്മത്തിന് മുന്നോടിയായി ഹരീഷ് കാരിക്കലിന്റെ വസതിയിൽ നിന്നും പൂജാവിധികളോടെ മുറിച്ച വൃക്ഷം ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചു. തുടർന്ന് പുണ്യപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി രാജീവ്, ക്ഷേത്രം ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നവചണ്ഡികയാഗം രക്ഷാധികാരി ഡോക്ടർ മോഹനൻ പിള്ള, ജ്യോത്സ്യ പ്രമുഖൻ KK രവീന്ദ്രൻ എന്നിവർ ചേർന്ന് കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. നവചണ്ഡിക യാഗം അത് അപൂർവങ്ങളിലായിട്ടാണ് നമുക്ക് നടത്താറുള്ളത്. ദേവി 9 ഭാവങ്ങളിൽ അവതരിക്കുമ്പോൾ ചണ്ഡിക ഭാവത്തിങ്കിലേക്ക് ഒരു അവതാരമൂർത്തിയായിട്ട് വരുന്നൊരു ഭാവമുണ്ട്. അത് വളരെ രൗദ്രഭാവവുമാണ്. അവിടെ സർവ ഐശ്വര്യവും കൊടുക്കുന്നൊരു ഭാവമാണ്. അപ്പോൾ അത് വളരെ സങ്കീർണമായിരിക്കുന്നതായ ഒരു യജ്ഞഭാവത്തിങ്കിലാണ് അത് ആ ദേവി അവതരിക്കുന്നത്. അത് നടത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടും ഉള്ളൊരു ചടങ്ങ് തന്നെയാണ്. എല്ലാ ഭാവങ്ങളിലും സാധാരണ നവരാത്രി കാലഘട്ടങ്ങളെല്ലാം ചണ്ഡികാദേവിയുടെയും പൂജകളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇത് ചണ്ഡികാഭാവത്തിനുള്ളതായ ഒരു ദേവിയെ പ്രത്യക്ഷത്തിൽ കുടിയിരുത്തി ഒരു യജ്ഞമായിട്ട് നടത്തുക എന്നുള്ളത് കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് നടത്താൻ സങ്കീർണമുള്ള വിഷയമായതുകൊണ്ടാണ് അത് നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് വേണ്ടതായ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുള്ള ചെലവുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പലരും അതിൽ നിന്ന് വിമുഖമായിട്ടിരുന്നത്. ഏതായാലും ഈ പ്രദേശത്തിൻ്റെ ഈ നാടിൻ്റെയും വലിയൊരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തീരും ഈ നവചണ്ഡിക യജ്ഞം എന്നുള്ളത്. നവചണ്ഡികയാഗം കമ്മിറ്റി സ്വാഗത സംഘം കൺവീനർ VR സുഗതൻ, നവചണ്ഡികയാഗം സ്വാഗത സംഘം ചെയർമാൻ EN മണി, ക്ഷേത്രം പ്രസിഡന്റ് സുമേഷ് തങ്കപ്പൻ, സെക്രട്ടറി ഹരീഷ് തങ്കപ്പൻ, ദേവസ്വം സെക്രട്ടറി PD ധനീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. 9 ഭാവങ്ങളിൽ തന്നെ ദേവി അവതരിപ്പിക്കുമ്പോൾ സാധാരണ ദേവിയുടെ ഒരു മൂലസ്ഥാനമായിട്ടിരിക്കുന്നതായ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതി പോന്ന ഭാവത്തിങ്കൽ ചോറ്റാനിക്കര പോലുള്ളതായ സ്ഥലങ്ങളിൽ ഇരുന്ന് ഭജിച്ച ശേഷം അത് ചണ്ഡികാഭാവത്തിങ്കിലേക്ക് അവതരിച്ചു എന്നുള്ളതിലേക്കാണ് അതിലേക്ക് വരച്ചുകൊണ്ടുവന്നത്. ഏതായാലും വളരെ പൗരാണികമായിരിക്കുന്നതായ ശാസ്ത്രസത്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ചടങ്ങാണ് ഇത്. അപ്പം അത് ഏറ്റവും നല്ലൊരു ചടങ്ങാണ്. ഈ നാടിൻ്റെ ഒരു ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു ചടങ്ങിലേക്കാണ് ഈ നവചണ്ഡികയാഗം ഇവിടെ നടത്തുന്നത്. ഇത് നടത്താൻ ഈ നാട്ടിലെ തിരിഞ്ഞ ഭക്തജനങ്ങൾക്ക് അവിടെ ഒരു മുജ്ജന്മമായിരിക്കുന്നതായ ഒരു സുഹൃതത്തിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഇതിൻ്റെ സംഘാടകർക്ക് ഇവിടെ ഇങ്ങനെ നടത്താൻ തോന്നിയത് തന്നെ. കാരണം ദേവിയുടെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു യജ്ഞം നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ നമ്മൾ സ്കൂളുണ്ട്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മറ്റ് തരത്തിലുള്ള തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരിലും ഇതിൻ്റെ ഈ യജ്ഞത്തിൻ്റെ ഈ ഹവിസ്സുകൾ അതിലേക്ക് ചെല്ലുമ്പോൾ ഈ നാടിന് മുഴുവൻ പ്രഭയും ശക്തിയും അല്ലെങ്കിൽ ചൈതന്യവും ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഫലശ്രുതി. നാടാകെ അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും. മീഡിയ സിസ്റ്റി കോതമംഗലം.